അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 മുതൽ 10 വരെയുള്ളത് പഠിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, ഏതായാലും എല്ലാവരുടെയും ടേബിൾ വോയിസ് ക്ലിപ്പായിട്ട് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് കിട്ടാനുള്ള വേറൊരു എളുപ്പ വഴി മിസ് പറഞ്ഞുതരാം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 60. പേജ് നമ്പർ 60. You can see a table there. കണ്ടോ? ഒരു ടേബിൾ കണ്ടോ അവിടെ? 1 മുതൽ 100 വരെ എഴുതിയിരിക്കുന്ന ഒരു ടേബിൾ കണ്ടോ? അതില് ആദ്യത്തെ കോളത്തില് ഇതാ മേലെ 1 മുതൽ 10 വരെ നേരെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? 1 മുതൽ 10 വരെ നേരെ ഒരു റോയിൽ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ അതിന് ഏറ്റവും ആദ്യത്തെ കോളത്തിൽ ഒരു ഇൻടു സൈൻ ഉണ്ട്. പിന്നെ നേരെ താഴേക്കും അതേപോലെ 1 മുതൽ 10 വരെ ഉണ്ട്. കണ്ടോ? ഓക്കെ, ജസ്റ്റ് ഈ ടേബിൾ മിസ് ഒന്ന് നിങ്ങൾക്ക് വരച്ചു തരാം, എന്നിട്ട് പറഞ്ഞുതരാം, എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേറെ ഏതെങ്കിലും നോക്കണമെങ്കിൽ 5 into 7. 5 into 7 എത്രയാന്ന് നോക്കാം. 5 into 7 എങ്ങനെ നോക്കണം? ആദ്യം 5ന്റെ നേരെ ഏതെങ്കിലും ഒരു 5 സെലക്ട് ചെയ്യാം. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് 7 സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 5ൽ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. 7ൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. കൂട്ടിമുട്ടുന്നത് എവിടെയാ? എവിടെയാ കൂട്ടിമുട്ടുന്നത്? 35ൽ. അത് ആരെ ഇവിടെ കുറെ ആരോസ് വരച്ച് കളിക്കുന്നേ? 35ലാ കൂട്ടിമുട്ടുന്നത് അല്ലേ? അല്ലേ? അപ്പോ 5 into 7 35. ഇനി വേറെ ഏതെങ്കിലും എടുത്ത് നോക്കിയാലോ? 7 into 6. 7 into 6. ഒരു 7 നമ്മൾ സെലക്ട് ചെയ്തു, ഒരു 6 മേലെ ഒരു 6 സെലക്ട് ചെയ്തു. 7ൽ നിന്ന് നേരെ ഒരു ലൈൻ വരച്ചു. 6ൽ നിന്ന് നേരെ താഴോട്ട് ഒരു ലൈൻ വരച്ചു. എവിടെ കൂട്ടിമുട്ടി? എവിടെ അത് ജോയിൻ ചെയ്ത രണ്ട് ലൈൻസും? 42. That means 7 into 6 is equal to 42. അതുപോലെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയേ, പേജ് നമ്പർ 60. അതിനകത്ത് ആ ടേബിൾ വെച്ചിട്ട് 6 into 6 36 കണ്ടുപിടിച്ചത് കണ്ടോ? പെൻസിൽ ഉപയോഗിച്ച് വരച്ചു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. 6ൽ നിന്ന് നേരെ ഒരു ലൈൻ, 36ൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ. 6 into 6 36. അടുത്തതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, 7 into 9. താഴോട്ടുള്ളതിൽ 7 സെലക്ട് ചെയ്യുക, നേരെ ഒരു ലൈൻ വരയ്ക്കുക. മേലേക്കുള്ളതില് 9 സെലക്ട് ചെയ്യുക, നേരെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് രണ്ടും ജോയിൻ ചെയ്യുന്നത് എവിടെയാന്ന് നോക്കുക, അതിനൊരു റൗണ്ട് വരയ്ക്കാം. ഒന്ന് വരച്ചു നോക്കിയേ, 7 into 9 എത്ര കിട്ടും? 7 into 9 എത്ര കിട്ടി? 63 കിട്ടിയോ? കിട്ടിയോ? 7 into 9 63. അതുപോലെ 6 into 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 6 into 3 ലൈൻ വരച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. എത്ര കിട്ടി? 18 കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, then 5 into 2 ഒന്ന് ചെയ്ത് നോക്കിയേ. നെക്സ്റ്റ് ഫോർത്ത് വൺ, 5 into 2. ടേബിള് ചൊല്ലി നോക്കാതെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കാതെ ഈ ടേബിൾ വെച്ചിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ 14 എണ്ണം ഒന്ന് ചെയ്യാൻ പറ്റുമോ?
ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുമ്പോ ലൈൻ വരച്ചത് അവിടെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ റൗണ്ട് ഇട്ട് വെക്കണേ കേട്ടോ. എന്നിട്ട് അത് മുഴുവൻ ചെയ്തിട്ട് 14 എണ്ണവും ചെയ്തിട്ട് മിസ്സിനൊന്ന് അയച്ചു തരൂ. പെട്ടെന്ന് ചെയ്യാലോ ആ ടേബിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് അതായിക്കോട്ടെ. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്സിന്റെ ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ റൗണ്ട് ചെയ്ത് വെക്കുക. ആൻസർ താഴെ എഴുതി വെക്കുക. ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇരുന്ന് ചെയ്തോ. ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിന് അയച്ചു തരണേ. പേഴ്സണലായിട്ട് അയച്ചോ, ഗ്രൂപ്പിൽ ഇടണ്ട. കേട്ടല്ലോ? അപ്പൊ നാളെ കാണാം. നാളെ ക്ലാസ്സിലെ നാളത്തേക്ക് പറഞ്ഞത് ഓർമ്മയില്ലേ? ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത്, വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അത് മറക്കണ്ട. പഠിച്ച വോയിസ് മെസ്സേജ് എല്ലാം അയച്ചു തരണം. പഠിക്കാത്തതൊന്നും തെറ്റിച്ചിട്ടൊന്നും പറയണ്ട, നോക്കിയിട്ടും പറയണ്ട, ബൈ ഹാർട്ട് പഠിച്ചിട്ട് തന്നെ അയക്കാം. ഓക്കെ, ബൈ. പേഴ്സണലായിട്ട് അയച്ചാൽ മതി കേട്ടോ, ഗ്രൂപ്പിൽ ഇടണ്ട. ബൈ.